യുനെസ്കോ നിർദ്ദേശിച്ചിട്ടുള്ള SDG, അതായത് മറ്റേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 17 ഉണ്ട്. ഇതെന്ത് ചെയ്യണം, കാണിക്കണം എന്നാണ് വെച്ചാൽ ഭാവി തലമുറ ഈ പ്ലാനിങ് ചെയ്യുമ്പോഴും ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ചിന്തിക്കണമെന്ന്. നമ്മളെ റോഡുകൾ എടുത്തു നോക്കൂ, 6 മാസം നീണ്ടു നിൽക്കാത്ത റോഡുകൾ. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയ്ക്ക് തൊട്ട് മുൻപേ അടച്ചോ അല്ലെങ്കിൽ പുതുതായി പണിത റോഡുകൾ ഇപ്പം ഈ മഴ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പത്രങ്ങൾ കാണാൻ പോകുന്നത് എന്താണ്, അതിൽ കുളിക്കുന്ന ആളുകൾ, അതിൽ വാഴ നടുന്ന ആളുകൾ, പ്രതിഷേധിക്കുന്ന ആളുകൾ, അതുകൊണ്ട് തൊഴ ഇതിങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബ്ലെയിം എന്തിനാണ്, മഴയെയാണ്. അതായത് നമ്മുടെ നാട്ടിലെ മഴ വളരെ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ മഴയുടെ തീവ്രത കാരണമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്ര വർഷമായിട്ടും ഒരു ആൾട്ടർനേറ്റീവ് ടെക്നോളജി കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു 100 കോടി അതിനു വേണ്ടി വകയിരുത്തിയാൽ പോലും ഒരു നഷ്ടവും ഉണ്ടാവില്ല. മറിച്ച് അടുത്ത ഒരു 2 വർഷം കൊണ്ട് അതിൻ്റെ എത്രയോ ഇരട്ടി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം ഇത് കാലാകാലങ്ങളിൽ വെറുതെ കുഴിയടക്കുകയും അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ന്യായീകരണം കണ്ടെത്തുന്നതിന് പകരം കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ അനുസരിച്ച് കൊണ്ടുള്ള റിസർച്ചിലേക്ക് പോകേണ്ടതുണ്ട്.